ഓ കർമ്മണോ ഹ്യഭിബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. 17ാമത്തെ ശ്ലോകം ജ്ഞാന കർമ്മസന്യാസികൾ. ഇന്ന് നമ്മൾ അതല്ലേ പഠിക്കേണ്ടത്. കർമ്മണഃ, കർമ്മത്തിന്റെ ശരിയായ രൂപം എന്താണെന്ന് ബോധവ്യം, മനസ്സിലാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വികർമ്മണഃ ച, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ എന്ന് വെച്ചാൽ നിഷിദ്ധ കർമ്മങ്ങൾ ബോധവ്യം, മനസ്സിലാക്കേണ്ടതുണ്ട്. അകർമ്മണഃ അപി ച, അകർമ്മത്തിന്റെ സ്വഭാവവും ബോധവ്യം, മനസ്സിലാക്കേണ്ടതുണ്ട്. ഹി, എന്തെന്നാൽ കർമ്മണഃ ഗതിഃ, കർമ്മത്തിന്റെ രഹസ്യം ഗഹന, അറിയാൻ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ പറഞ്ഞു നിർത്തിയിടന്ന് ഇവിടെ തുടങ്ങുകയാണ്. എന്ന് വെച്ചാല് എന്താണ് കർമ്മം, അകർമ്മം, വികർമ്മം എന്നൊക്കെ മെല്ലെ മെല്ലെ പഠിച്ചു. അതാണ് ഗീത നമ്മളോട് പറയുന്നത്. ഒറ്റയടിക്ക് ഒരൊറ്റ ക്ലാസ്സിൽ ഇത് മുഴുവൻ പറയല്ല, അല്ലെങ്കിൽ ഒരൊറ്റ ശ്ലോകം കൊണ്ട് പൂർണ്ണമായിട്ടത് വിശദീകരിക്കുകയല്ല. മെല്ലെ പോവുക. ഗീതാമാധുര്യത്തിൽ വിശദമായിട്ട് പറയും. ഈ ശ്ലോകം നമ്മൾ ചൊല്ലുമ്പോൾ ഇതിൽ തെറ്റാനുള്ള സാധ്യതകൾ എവിടെയില്ല. അതുകൊണ്ട് സുന്ദരമായിട്ട് മനോഹരമായിട്ട് എല്ലാവരും ചൊല്ലിപ്പഠിക്കുക. ഇനി നമുക്ക് ഗീതാമാധുര്യം ആരംഭിക്കാം. കർമ്മത്തിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. കർമ്മം, വികർമ്മം, അകർമ്മം. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ അതിനെ കാണുക. ഇവിടെ കർമ്മം എന്നാൽ കർത്തവ്യ കർമ്മം. ഈ കർത്തവ്യ കർമ്മം എന്ന് പറയുമ്പോൾ അതിനൊരു വ്യാഖ്യാനമുണ്ട്. നമ്മള് ഏതൊരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു വ്യാഖ്യാനം എന്താ? സ്വധർമ്മം. അതാണ് കർമ്മം, സ്വന്തമായിട്ടുള്ള ധർമ്മം. വളരെ പ്രധാനമാണ് കേട്ടോ. അതായത് ഞാൻ എന്റെ കർമ്മം നിർവഹിക്കുക, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കർമ്മം നിർവഹിക്കുക. നിർവഹിക്കുന്ന കർമ്മത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ തിരുത്തുക, ശരിയായ വഴിയാണെങ്കിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക, പതറാതിരിക്കുക, ചിരിച്ചു മുന്നോട്ട് പോവുക. ഏത് പ്രതിസന്ധി വന്നാലും തളരില്ല എന്ന് തീരുമാനിക്കുക. തളർന്നാൽ നമ്മൾ തകരും, തകരാതിരിക്കണമെങ്കിൽ തളരാതിരിക്കണം. ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആർജവത ഉണ്ടാക്കുക. ഇതാണ് കർമ്മം. ഇത് പറയുമ്പോ ചില ആശങ്കകൾ, അതും കൂടി ഒന്ന് വ്യക്തമാക്കാം. ഞാനൊരു മരപ്പണിക്കാരനാന്ന് വിചാരിച്ചു, സിമ്പിൾ. ആ മരപ്പണി എന്റെ കർമ്മമാണ്. അതിൽ ചില അപാകതകൾ ഉണ്ടാവാം, ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ആത്മാർത്ഥമായിട്ട് ഞാൻ ജോലി ചെയ്യണം, കർമ്മം ചെയ്യണം. ഇതാണ് കർമ്മം. അതിന്റെ പേരാണ് സ്വധർമ്മം. ഇനിയോ, നമ്മൾ ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗം അല്ലെ? ഭാരതം ഒരൊറ്റ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭാരതത്തെ ആർക്കും ഇതുവരെ നശിപ്പിക്കാൻ കഴിയാത്തത്. ഇനിയും 1000 ഹൂണന്മാരും ശകന്മാരും മുഗളന്മാരും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആര് വന്നാലും ഈ സംസ്കാരത്തിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും കഴിയുകയില്ല. കാരണം ഈ സംസ്കാരത്തിന് വേണ്ടി ജീവിക്കുന്നത് ഹിന്ദു മാത്രമല്ല, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ സംസ്കാരം നിലനിൽക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നിടത്ത് എല്ലാ ജനതയും, APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ദേശീയതയെ വാരിപ്പുണരുന്ന ഇസ്ലാമിക സഹോദരന്മാർ അനവധി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. മറ്റ് സംസ്കാരങ്ങളൊക്കെ നശിക്കാൻ കാരണം അവർ ഒരേ ഒരു സാധനത്തിന്റെ അടിത്തറയിൽ ജീവിച്ചു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഇസം, അല്ലെങ്കിൽ എന്താ പറയാ ഇസ്ലാമിസം, ക്രിസ്ത്യാനിസം, ഇങ്ങനെ ഏതെങ്കിലും ഇസത്തിൽ നിന്നത് കൊണ്ടാണ് അവർ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഇസത്തിലല്ല, ധർമ്മത്തിലാണ്. ഈ ധർമ്മം
എന്നും നിലനിൽക്കും, ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. ആ ധർമ്മത്തെ പരിപാലിക്കുന്നതിന്റെ പേരാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ ഓരോ നിമിഷവും ചെയ്തിരിക്കേണ്ട കർമ്മത്തിന്റെ പേരും കർത്തവ്യ കർമ്മം എന്നാണ്. അപ്പൊ കർത്തവ്യ കർമ്മത്തെ നിത്യം എന്നാണ് വിളിക്കുന്നത്. അതെന്നും നമ്മൾ ചെയ്യേണ്ടതാണ്. നൈമിത്തികം, കാമ്യം എന്നിങ്ങനെയൊക്കെ നമുക്ക് അതിനെ വേർതിരിക്കാനും സാധിക്കും. അപ്പൊ ദിവസവും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കർമ്മമാണ് നിത്യം. ഉറങ്ങുക, എഴുന്നേൽക്കുക, പ്രഭാത കൃത്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഭക്ഷണം കഴിക്കുക, തന്റെ നിർദ്ദിഷ്ട ജോലിയിൽ പ്രവേശിക്കുക, ഇതെല്ലാം നിത്യം എന്നാണ് പറയാ ഈ കർമ്മത്തിന്. മാറ്റിവെക്കാൻ സാധിക്കാത്തതും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മത്തെയാണ് നിത്യകർമ്മം എന്ന് പറയുന്നത്. ചില വിശേഷ ദിവസങ്ങളിൽ ചെയ്യേണ്ട ബാധ്യതയുള്ള കർമ്മത്തെ നൈമിത്തിക കർമ്മം എന്ന് പറയും. അത് ചില ദിവസങ്ങളിലേ ചെയ്യുന്നു. ഓണത്തിന് നമ്മൾ ഇന്നെ ചെയ്യും. അതെയാണ്ട് എന്നും നമ്മൾ അത് പൂക്കളം ഇടേണ്ട കാര്യം, അത് ഓണത്തിനുള്ള, അത് നൈമിത്തിക കർമ്മം. അപ്പൊ വിവാഹത്തിൽ പങ്കെടുക്കുക, വിശേഷ ദിവസങ്ങളിൽ ആചരിക്കുക, ദാനധർമാദികൾ ചെയ്യുക, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുക, ഇതൊക്കെ നൈമിത്തികമാണ്. അപ്പൊ തന്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മത്തെ കാമ്യകർമ്മം എന്നാണ് പറയുക. വഴിപാടുകളൊക്കെ അതിന്റെ ഭാഗം. അതിന്റെ ലളിതമായി പറഞ്ഞ വിവാഹം കഴിക്കുക, വീട് വെക്കുക, TV വാങ്ങുക, ഫ്രിഡ്ജ് വാങ്ങുക, ഇതിനെ കാമ്യകർമ്മം എന്നാണ് പറയുക. അപ്പോ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളെ വികർമ്മങ്ങൾ എന്ന് പറയും. ദ്രോഹിക്കുക, കള്ളം പറയുക, വഞ്ചിക്കുക, കൈക്കൂലി വാങ്ങുക, ഇതൊക്കെ വികർമ്മങ്ങളാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതും ആർക്കും പ്രയോജനമില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പേര് അകർമ്മം. ഈ 3 കർമ്മങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഒരു വ്യക്തി തീർച്ചയായും കർമ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചെറുപ്പത്തിൽ, നമ്മളൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്നത് മനസ്സിലായാൽ വികർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും, അകർമ്മങ്ങളിലേക്ക് അവരോട്ട് പോവില്ല. അപ്പൊ ഈ 3 കർമ്മങ്ങളുടെ ഒരു ശരാശരി തുകയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. ഇതിന്റെ വിശദീകരണമാണ് ഭഗവാൻ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമാണ്, തത്വാധിഷ്ഠിതമാണ്. ആർക്കും അത് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് തോന്നില്ല. ഇതാണല്ലോ ഭഗവാന്റെ വചനത്തിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇതേപോലെ യാത്ര പോവാം, എല്ലാവരും കൂടെ ഉണ്ടാവുക. ഗീതാമാധുര്യത്തിന്റെ ഒരു മഹാപ്രഹേളിക നടക്കട്ടെ, ഒരു പ്രളയം സൃഷ്ടിക്കപ്പെടട്ടെ. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ മധുരം നമ്മൾ നുകർന്നുകൊണ്ടേയിരിക്കുക. എത്ര പറഞ്ഞാലും തീരാത്തൊരു മഹാസത്യം, അതാണല്ലോ ഗീത. അതുകൊണ്ട് തന്നെ അതൊരാൾക്കും പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയില്ല. നാളെ കാണാം. എല്ലാവർക്കും പ്രണാമം. ഗീതൈവ പരമോധർമ്മ.